വെൽക്കം ടു കാൻറ്റില ഫിസിക്സ് അക്കാഡമി. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കാറ്ററ്റ് കാറ്റഗറി 3 മാത്തമാറ്റിക്സ് ജൂൺ 2024 നടന്ന പരീക്ഷയിലെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സൊല്യൂഷനാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കാം. എ ബി സി ഡി ഈസ് എ സ്ക്വയർ. എ ബി സി ഡി ഈസ് എ സ്ക്വയർ ആൻഡ് എ പി ക്യു സി ഈസ് എ റെക്റ്റാങ്കിൾ. B is a point on PQ and AC is equal to 6 centimeter. Then what is the length of AP എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. ക്ലിയർ? അപ്പോൾ ഈ പ്രോബ്ലം നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്കറിയാം ABCD എന്ന് പറയുന്നത് റെക്റ്റാങ്കിൾ ആണ്. അപ്പോൾ റെക്റ്റാങ്കിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാനായിട്ട് പറ്റും? AB ഈസ് ഈക്വൽ ടു BC is equal to DC is equal to AD. ഇതെല്ലാം സെയിം ആണ്. എല്ലാം സെയിം ആയതുകൊണ്ട് നമുക്കതിനെ എക്സ് എന്ന പേര് കൊണ്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയതിനെ എക്സ് എന്ന് പറയുന്ന പേര് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? റെപ്രസെൻറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ എക്സ് എന്ന് മാർക്ക് ചെയ്യാം, ഇതിനെയും എക്സ് എന്ന് മാർക്ക് ചെയ്യാം. എ സി എന്ന് പറയുകയാണെങ്കിൽ അത് 6 സെൻറ്റിമീറ്റർ ആണെന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ നോക്കാം, ഈ ഫിഗർ നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ തിരിച്ചു പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ എന്തായിട്ട് മാറുകയാണ് ചെയ്യുന്നത്? ഒരു ട്രയാങ്കിൾ എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ എക്സും ഈ 6ഉം കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പൈതഗോറസ് തിയറം നമുക്കിതിൽ അപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ പൈതഗോറസ് തിയറം നമുക്ക് അതിൽ അപ്ലൈ ചെയ്തിട്ട് എക്സിൻ്റെ വാല്യൂ കണ്ടെത്താം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? AD സ്ക്വയർ പ്ലസ് DC സ്ക്വയർ ഈസ് ഈക്വൽ ടു AC സ്ക്വയർ. AD സ്ക്വയർ എന്ന് പറയുമ്പോൾ അതെന്താണ്? എക്സ് സ്ക്വയർ. DC സ്ക്വയർ എന്ന് പറയുമ്പോൾ അത് എക്സ് സ്ക്വയർ. AC സ്ക്വയർ എന്ന് പറയുമ്പോൾ 6 സ്ക്വയർ. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ 2x സ്ക്വയർ ഈസ് ഈക്വൽ ടു 36 എന്നായിട്ട് മാറും. എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 36 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുമ്പോൾ 18 എന്ന് വരും. അപ്പോൾ എക്സ് ഈക്വൽ ടു റൂട്ട് 18. റൂട്ട് 18 എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് 9 ഇൻറ്റു 2 റൂട്ട് 9 റൂട്ട് 2. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എക്സ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാൻ പറ്റും? 3√2 എന്ന പേരിൽ റെപ്രസെൻറ്റ് ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇപ്പം എന്തായിട്ട് മാറി? 3√2. അപ്പോൾ AC എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? എക്സ് ആണ്. BC എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? എക്സ് ആണ്. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ D എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ഞാൻ എന്ത് ചെയ്യുന്നു? ഇങ്ങോട്ടേക്ക് ഒരു ലൈൻ ഇങ്ങനെ മാർക്ക് ചെയ്യാണ്. അത് നേരെ കൊണ്ടുവന്ന് ഞാനിവിടെ ടച്ച് ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ നമുക്കറിയാം ഇതൊരു റെക്റ്റാങ്കിൾ ആയതുകൊണ്ട് ഈ ലെങ്ത്തും കൂടി ഇൻ്റർസെക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ ലെങ്ത്തിൻ്റെ പകുതിയായിരിക്കും. അപ്പോൾ AC എന്ന് പറയുന്നത് 6 ആണെങ്കിൽ ഇവിടുത്തെ ഈ OC എന്ന് പറയുന്നത് ഇപ്പോൾ എന്തായിട്ട് മാറും? 3 സെൻറ്റിമീറ്റർ ആയിട്ട് മാറും എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം. അപ്പോൾ ഇത് 3 സെൻറ്റിമീറ്റർ ആയിട്ട് മാറും, ഇത് 3. അപ്പോൾ 3 + 3 എത്രയായിട്ട് മാറി? 6 ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്തപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ ഈ സൈഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 3 സെൻറ്റിമീറ്ററും ഇത് എന്ന് പറയുന്നത് എക്സ് ആണെന്നും ഈ വാല്യൂ നമുക്കിവിടെ വരികയാണ് ചെയ്യുന്നത്. അറിയില്ല ആ വാല്യൂ എത്രയാണ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഇത് വെച്ചുകൊണ്ട് കറക്റ്റായിട്ട് നമുക്ക് പൈതഗോറസ് തിയറം ഞാനിവിടെ അപ്ലൈ ചെയ്യുകയാണ്. ഇങ്ങനൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് അപ്പോൾ എന്തായിട്ട് മാറുകയാണെന്നുള്ളത് നോക്കാം. എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു നമുക്കിവിടെ എന്ത് പറയാൻ പറ്റും? OA സ്ക്വയർ പ്ലസ് നമുക്ക് എന്ത് പറയാൻ പറ്റും? OB സ്ക്വയർ. എക്സ് എന്ന് പറയുകയാണെങ്കിൽ എത്രയാണ്? 3√2 സ്ക്വയർ. OA എന്ന് പറയുകയാണെങ്കിൽ എത്രയാണ്? 3 ആണ്. അപ്പോൾ 3 സ്ക്വയർ പ്ലസ് എന്തായിട്ട് മാറും? OB സ്ക്വയർ എന്നായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്കിവിടെ OB എന്ന് പറയുമ്പോൾ അതിൻ്റെ വാല്യൂ എന്ന് പറയണത് അപ്പോൾ എത്രയായിട്ട് മാറുകയാണ് ചെയ്യുക? 3 സെൻറ്റിമീറ്റർ എന്ന് വരും. അപ്പോൾ OB ഈക്വൽ ടു 3 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഈ OB എന്ന് പറയുന്നത് എന്താണ്? ഈ റെക്റ്റാങ്കിളിൻ്റെ വിഡ്ത്താണ്. അത് തന്നെയാണ് AP വരിക, അത് തന്നെയാണ് CQ എന്ന് വരിക. അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ എന്ത് പറയാൻ പറ്റും? OB ഈക്വൽ ടു
സി ക്യു ഈക്വൽ ടു എ പി ഈസ് ഈക്വൽ ടു 3 സെൻറ്റിമീറ്റർ എന്ന് പറയാം. നമ്മുടെ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. ഓപ്ഷൻസിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എ പിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 3 സെൻറ്റിമീറ്റർ. അടുത്ത വീഡിയോയിൽ മറ്റൊരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം.